ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ മണിവേലിക്കടവിൽ കായംകുളം കായലിൽ നടക്കുന്ന ഡ്രെഡ്ജിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് തുടരുന്നത് എന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. മണിവേലിക്കടവിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഡ്രെഡ്ജിംഗ് നടത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതയുടെ നിർമ്മാണത്തിന് എന്ന പേരിൽ മണിവേലിക്കടവ് ഭാഗത്ത് കായംകുളം കായലിൽ നടക്കുന്ന ഡ്രെഡ്ജിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വലിയഴീക്കൽ മുതൽ പതിയാങ്കര വരെയുള്ള ഭാഗത്ത് കരയിൽ നിന്നും 120 മീറ്റർ മാറി 1.5 മീറ്റർ താഴ്ചയിൽ മണ്ണെടുക്കുവാൻ അനുമതിയുള്ളപ്പോൾ ഒരു പ്രദേശത്ത് കൂടുതലായി ഡ്രെഡ്ജിംഗ് നടത്തുകയാണെന്നും ഇവിടെ നിന്ന് ലോഡ് കണക്കിന് മണ്ണുകൾ കടത്തിക്കൊണ്ടുപോവുകയാണെന്നും നാട്ടുകാർ പറയുന്നു. നാഷണൽ ഹൈവേയുടെ പണിക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോയേക്കുന്ന ഈ മണ്ണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഈ പ്രദേശത്തുള്ളവർ ഞങ്ങൾ ആരും കാണുന്നില്ല ഈ നാഷണൽ ഹൈവേയിലൊന്നും ഈ മണ്ണ് കൊണ്ടുപോകുന്നത്. തന്നെയല്ല ഇവിടുന്ന് ഈ മണ്ണ് എത്ര ലോഡ് കൊണ്ടുപോകുന്നുണ്ടെന്നോ അത് എത്ര ലോഡ് ഹൈവേയിൽ ചെല്ലുന്നുണ്ടെന്നോ ആർക്കും യാതൊരു വിവരവും ഇല്ല. ആ ഒരു സ്ഥിതിയിലാണ് ഇതിൻ്റെ ഈ മണ്ണ് കൊണ്ടുപോകുന്നതും അവിടെ ആർക്കാണ് കൊണ്ടുപോകുന്നതും ഞങ്ങൾക്ക് ആർക്കും ഇത് അറിയാൻ മേത്തൊരവസ്ഥയാണ്. തന്നെയല്ല ഈ ഒരു വളരെ 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 കുറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ഇത്രയും മണ്ണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. ഏതാണ്ട് വലിയഴീക്കൽ മുതൽ പതിയാങ്കര വരെയുള്ള സ്ഥലത്താണ് ഈ ഡ്രെഡ്ജിങ്ങിന് ഓർഡർ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് ഈ 200 മീറ്റർ ചുറ്റളവിൽ മാത്രം ഈ കിടന്ന് ഈ ഡ്രെഡ്ജ് ചെയ്യുന്ന എന്ത് കാര്യത്തിനാണെന്ന്. കാരണം ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ സർക്കാരിന് യാതൊരുവിധ ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നിലനിൽപ്പിന് പോലും ബാധിക്കുന്ന ഒരവസ്ഥയിലാണ്. ദേശീയപാത വികസനത്തിനു വേണ്ടി മണലെടുക്കുന്നു എന്ന വ്യാജേന കണ്ടല്ലൂർ മണിവേലിക്കടവിൽ നിന്ന് കഴിഞ്ഞ 4-4.5 മാസക്കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന മണ്ണ് കരാറുകാരും ബിനാമികളും അവരുടെ യഥേഷ്ടം വിനിയോഗിക്കുന്ന അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത ഈ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന അളവിൻ്റെ 10 ഇരട്ടിയോളം മണല് ഏകദേശം 200 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലുമുള്ള കായംകുളം കായലിൽ നിന്ന് സമാഹരിച്ച് കരാർ കമ്പനി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് അപകടകരമാകുന്ന അശാസ്ത്രീയവും അത്യന്തം അപകടകരമായ ഈ ഡ്രെഡ്ജിങ് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. വരും ദിവസങ്ങളിൽ സമരമുഖത്തേക്ക് പൊതുസമൂഹം ഇറങ്ങി വരും. ഈ അശാസ്ത്രീയമായ ഡ്രെഡ്ജിങ് ഇവിടെ അവസാനിപ്പിക്കും എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. പരിസ്ഥിതി ലോല പ്രദേശമായ ഈ ഭാഗം നിലനിൽപ്പിന്റെ വലിയ ഭീഷണിയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. പ്രദേശത്തിന് ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനം നിർബാധം തുടരുമ്പോൾ കൃത്യമായി ഇടപെടേണ്ട ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ 1 വർഷത്തിന് മേളിലായി ഈ മണ്ണടി തുടങ്ങിയിട്ട് 1 മീറ്റർ താഴ്ചയില മണ്ണ് അടിച്ച് ഹൈവേയുടെ പണിക്ക് കൊണ്ടുപോകാനുള്ള കരാറിലാണ് അവരിത് ചെയ്തത്. അതിൽ കൂടുതൽ അന്ന് ASIയും പോലീസ് അടക്കം വന്ന് എൻ്റെ മേലുദ്യോഗസ്ഥരൊക്കെ വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 1 മീറ്ററിൽ കൂടുതലായിട്ട് നിങ്ങൾ താക്കുകയാണെങ്കിൽ നിങ്ങളത് തടഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളന്മാർ 10 മീറ്റർ താഴ്ചയിലും 12 മീറ്റർ താഴ്ചയിലും ഇപ്പം താത്തുകൊണ്ടും വണ്ടി ഒരിടത്ത് കിടന്നുകൊണ്ട് ഇപ്പോൾ 2500-3000 ലോഡാണ് പോയേക്കുന്നത്. വലിയ 6-ന് എത്ര ടണ്ണാണ്? 2000 മേലുള്ള ടണ്ണാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തീരദേശത്ത് കിടക്കുന്നവരെ എല്ലാവരെയും താഴെ ആക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇത് നമ്മൾ എങ്ങോട്ട് പോകും? എവിടെ പോയി ജീവിക്കും? ഈ സമയം മുതൽ നമ്മൾ വേണ്ടപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ അവർ അന്ന് നമുക്ക് തന്ന വാക്കനുസരിച്ച് വളരെ കുറച്ച് ദിവസം ഇവിടുന്ന് എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇവിടുന്ന് മാറ്റിയിട്ടുമില്ല. 120 മീറ്റർ പടിഞ്ഞാട്ടും 1 മീറ്റർ താഴ്ചയിൽ നാം മണ്ണെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് 120 മീറ്റർ പടിഞ്ഞോട്ട് പോയിട്ടുമില്ല. ഒരു 60 മീറ്റർ അകലേ ഉള്ള കരയെന്ന് കായലിലോട്ട് ആ സ്ഥലത്ത് വെച്ചാണ് ഡ്രെഡ്ജ് ചെയ്യുന്നത്. 1 മീറ്റർ എന്ന് പറയുന്നത് 9 മീറ്ററുള്ള ആഴത്തിലാണ് മണ്ണെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഒരു 2 മാസം കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്നാണ്. പ്രദേശത്തു നിന്നും മണ്ണ് കൊണ്ടുപോകാൻ സ്വകാര്യ വ്യക്തി നൽകിയ വഴിയുമായി ബന്ധപ്പെട്ട കരാർ കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഇതേ തുടർന്ന് സ്വകാര്യ വ്യക്തിയെ വഴി അടയ്ക്കുകയും ചെയ്തു. എന്നാൽ കരാർ കമ്പനി ഡ്രെഡ്ജിംഗ് തുടരുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടെയാണ് പ്രതിഷേധ പരിപാടികളുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. വാർഡ് മെമ്പർ പ്രിയ, മുൻ വാർഡ് മെമ്പർ അനിൽകുമാർ എന്നിവരടക്കമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. CDNet ന്യൂസ്, കായംകുളം.